LDF ഇരിക്കൂർ നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥ പേരട്ടയിൽ ആരംഭിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഞാൻ ചോദിക്കട്ടെ, 10 വർഷമായില്ലേ കേരളത്തിൽ പിണറായി സർക്കാർ വന്നിട്ട്? ഇനി 2 മാസം കഴിഞ്ഞാൽ 10 വർഷം പൂർത്തിയാകും. കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞ ആക്ഷേപിച്ച അവഹേളിച്ച കിംബി നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി മാറുന്നു. മലയോര ഹൈവേ എങ്ങനെ യാഥാർത്ഥ്യമായത്? മലയോര ഹൈവേ ഉമ്മൻചാണ്ടി ബജറ്റിൽ പ്രഖ്യാപനം നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം പദ്ധതി വരില്ല. ബജറ്റിൽ പ്രൊവിഷൻ വേണം, പ്രൊവിഷൻ വെക്കണം. ഒരു 20% എങ്കിലും മലയോര മേഖലയ്ക്ക് വേണ്ടി ബജറ്റിൽ മാറ്റിവെക്കാൻ അന്ന് തയ്യാറായോ? അന്ന് നിങ്ങൾക്കറിയാം, ഈ മണ്ഡലത്തെ പ്രതികരിച്ചത് ആരാ? അന്ന് മന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ശ്രീ KC ജോസഫ് അവர்களാണ്. പക്ഷെ എന്നിട്ടോ മലയോര ഹൈവേക്ക് പ്രൊവിഷൻ വെക്കാൻ തയ്യാറായിരുന്നില്ല. എന്നിട്ടോ കേരളത്തിലെ സർക്കാർ നോക്കിയപ്പോ പണമില്ല. ഇത് മനസ്സിലായപ്പോ എന്താ ചെയ്തത്? അമളി പറ്റിയെന്ന് മനസ്സിലായപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബന്ദ് നടത്തി മലയോരത്ത് UDF. പിന്നീട് G സുധാകരനാണ് പൊതുമരാമത്ത് മന്ത്രി. മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ 100 കണക്കിന് കോടി രൂപ അനുവദിച്ചത് നമ്മുടെ സർക്കാരാണ്. കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റ്യാനിമറ്റം ലീഡറായ ജാഥ വെള്ളിയാഴ്ച ഉളിക്കൽ, നുച്ച്യാട് എന്നിവിടങ്ങളിലും പര്യടനം നടത്തി. ജാഥയുടെ സമാപനം ഞായറാഴ്ച പെരുവളത്തുപറമ്പിൽ നടക്കും. പേരട്ടയിൽ ഉത്തമൻ കല്ലായി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലിജുമോൻ അധ്യക്ഷനായി.